13 minutes. 3 times. मुश्किल नहीं है वो इधर देखो भाई इधर कितना टाइम है നമ്മൾ 48 ഇതിൽ ഇത് ചെയ്യുമ്പം 40 നമ്മൾ വന്ന് നമ്മളെ ക്ലോക്കിലെ സമയം 3 ഡിഫറെന്റ് वो क्लॉक देखा है ना भाई वो क्लॉक का इशू है सर क्लॉक का no we have video क्या वो उधर टाइम का we got so many complaints from the passengers. बट स्लिप में नो No, as per the complaint I visited there for examine that whether it is correct or not. The complaint is very clear. पेमेंट देगा सर ഇവിടെ ഈ എയർപോർട്ടിൽ മാത്രമാണ് ഇതിങ്ങനെ യാത്രക്കാരെ ചൂഷണം ചെയ്യുക, സമയം ഡിഫറൻസ് ആക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ 272 രൂപ വരെ ഞങ്ങൾ ടാക്സിക്കാരുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. We raising the matter that your time is very different. You purposefully and tremendously you changed the time. This happening in Calicut airport only. Sir, we not. Sir, no one is about to care about us, sir. We are here. So many complaints. So many complaints since in this morning. Sir, we are here from like. आदमी तुम्हारा आदमी का परसों में दर्द से मारा है मालूम मेरा हाँ हमारा तुम्हारा आदमी का परसों भी ऐसा है कल भी ऐसा है पुलिस स्टेशन ये में मैं क्या पुलिस स्टेशन में बात छोड़ दो ये हमारा गाँव है ये हमारा पुलिस को नहीं चाहिए हमारा पुलिस नहीं चाहिए इसलिए हम ही लोग मार खाते हैं सर आपका नहीं नहीं हम लोग മുതൽ ഇത് ഇന്നലെ രാത്രി വരുന്നുണ്ട് കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഇന്നാണ് നേരിട്ട് വിളിച്ചു പറഞ്ഞു. നേരിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വണ്ടിയുടെ ബോർഡ് മറച്ചു വെച്ചിട്ട് ഞാൻ അതിൽ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ 6:39 ടൈം. അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് കിട്ടിയ കംപ്ലൈന്റ് അവിടെ അവർ മുന്നിലേക്ക് വെച്ചു എന്നുള്ളതാണ്. അത് തെറ്റാണ്. അവിടെ ഞാൻ എൻ്റെ പിന്നെ ഇത് മൊബൈലിലെ ടൈം എടുത്തു, പിന്നെ കാറിലെ ടൈം എടുത്തു. അത് 6:39. എന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് 8 മിനിറ്റ് 9 മിനിറ്റ് അവിടെ നിന്നിട്ട് മെല്ലെ ഇങ്ങനെ കയറി വന്നു. അപ്പോൾ 6:48 എൻ്റെ ഇത് സമയം. 9 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ, 10 മിനിറ്റ് ആണ്. ആ സമയത്ത് പിന്നെ ഇവരെ ഇവിടെ സ്കാൻ ചെയ്തു. അപ്പോൾ അവിടെ 6:50 സമയം ചോദിച്ചപ്പോൾ 13 മിനിറ്റ്. നമ്മൾ എത്ര മിനിറ്റ് എടുത്തു ചോദിച്ചാൽ 13 മിനിറ്റ് എന്നാണ്. അവിടെ ഇവിടെ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്തിരുന്നു അവർ. ഇപ്പോൾ അവർ മറച്ചു വെച്ചു, ഇപ്പോൾ ഹൈഡ് ചെയ്തു അപ്പുറത്ത്. 6:51.5 അതിൽ കാണിക്കും. 3-3.5 മിനിറ്റ് വ്യത്യാസം. ഇതാണ് നമുക്ക് ഇന്നലെയും ഇന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ. അല്ല ഇപ്പൊ ഇന്ന് അതിനുശേഷം ഇന്നലെ രാത്രി മുതൽ ഒരു 12 o'clock മുതലുള്ള ഇതാണ് ഇന്ന് എനിക്ക് വന്നൊരു റിപ്പോർട്ടാണ്. അത് വെച്ചിട്ട് ഞാൻ ഇൻസ്പെക്ഷൻ 11:50 ചെയ്തതായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് സാധനം ഷിപ്പ് എല്ലാം അതാ ഓരോ പ്രാവശ്യം എൻട്രി ഓരോ ബൂത്തിലും ഞാൻ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും ചെക്ക് ചെയ്തു. അത് കറക്റ്റ് ആയിരുന്നോ? ഇപ്പൊ 11:50 മിനിറ്റ്. അപ്പോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അവരെന്നെ സമ്മതിച്ചു. വേറെ സ്ലിപ്പ് അത് കഴിഞ്ഞിട്ട് വേറെ സ്ലിപ്പും കൂടി തുടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയാം 12 ഞാൻ 11:50 എൻക്വയറി ഇട്ടിട്ടുണ്ട് മേലെ. 11:50 എൻക്വയറി ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നു ആരെ കണ്ടുപിടിക്കണല്ലോ എന്താണ് ഇതിന്റെ പുറകിലുള്ളത്. ഇന്ന് APD എൻക്വയറി ഇട്ടിട്ട് പോലും അവർ 3 മിനിറ്റ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ല നോക്കാമല്ലോ ഇപ്പൊ ചെയ്യണം. എനിക്ക് ഫുൾ നൈറ്റ് ഐ ഹാവ് ടു സ്റ്റേ ഹിയർ. व्हाट इज हैपनिंग एग्जिट में क्या दिखा रहा है सर अभी स्कैन करना तो एवरी 5 minutes I want this. ഇന്നും ഇന്നലെയുമായി കാലിക്കറ്റ് എയർപോർട്ടിലെ ഈ കൗണ്ടറിൽ കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും സമയവ്യത്യാസമുണ്ട് തുടങ്ങിയ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിശോധിക്കാൻ ഞാൻ സത്യത്തിൽ എൻ്റെ വണ്ടിയുടെ ബോർഡ് മാറ്റിവെച്ച് ഇതുവഴി വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് കണ്ടു. ഉടനെ തന്നെ ഞാൻ APDയെ വിളിച്ചു. ബഹുമാന്യനായ APD ശ്രീ രവീന്ദ്രൻ അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ച 3 മിനിറ്റിൻ്റെ വ്യത്യാസം പ്രാഥമികമായി കണ്ടെത്തി. APD വളരെ പിന്നെ ക്രൂഷ്യലായിട്ട് വളരെ ആഴത്തിൽ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ 5 മിനിറ്റ് 5 മിനിറ്റ്സിൻ്റെ ഇടയിലുള്ള പിന്നെ റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പരിശോധിച്ച് ഇന്ന് പിന്നെ ഇതിൻ്റെ മാനേജറുണ്ട് ശ്രീ ഇതിൻ്റെ ഋഷം, അദ്ദേഹം ബോംബെക്കാരനാണ്. അദ്ദേഹം ഇങ്ങനത്തെ തെറ്റ് ഞങ്ങൾ ഉണ്ടാവില്ല,
ഞങ്ങൾ പരമാവധി ഇത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. APD ഇത് പരിശോധിച്ചു. APD അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവരൊക്കെ കൂടി പരിശോധിച്ചിട്ട് സിസ്റ്റത്തിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു. അല്ലാതെ ബോധപൂർവം പിന്നെ ആളുകളെ, ട്രാവലേഴ്സിനെ, പാസഞ്ചേഴ്സിനെ പിന്നെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായി. ബാക്കി ഇത് നിരന്തരം ഇത് പരിശോധിക്കുമെന്നും ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ആവശ്യമായിട്ട് തെറ്റ് കണ്ടുപിടിച്ചാൽ അവർക്ക് പണിഷ്മെൻ്റ് എടുക്കുമെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ APD എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ഈ കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ. പബ്ലിക്കിനെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് മാത്രമേ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളൂ. അതുകൂടെ ഒന്നുകൂടെ ദൃഢമായി തന്നെ നമ്മളതൊരു സ്ട്രോങ്ലി വി വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ട്രൂ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. അത് സാറിന് ഞാൻ ഫുൾ വാഗ്ദാനം തരികയാണ്. ഇവിടെ പബ്ലിക്കിന് ഒരു ചീറ്റിങ്ങും നടക്കില്ല. കാരണം എന്തെങ്കിലും പോസ്റ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പരിപൂർണമായിട്ടും പരിശോധിച്ച് ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അവരെ വേണമെങ്കിൽ ഏജൻസി, കാർ പാർക്കിംഗ് ടോൾ ബൂത്തിലുള്ള ഏജൻസിക്ക് എഗനസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ട അതും എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് പബ്ലിക്കിനൊരു ഒരു വിധത്തിലുള്ള ചീറ്റിംഗ് ഇവിടെ നമ്മൾ സമ്മതിക്കില്ല. ഇത് നമ്മുടെ നാടിൻ്റെ എയർപോർട്ടാണ്. അത് നല്ല വിധത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല സർ.